അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ മൂന്നാമത്തെ സെഷനിലെ 8ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൂറത്തുൽ മുത്തഫിഫീനിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം. أعوذ بالله من الشيطان الرجيم. تعرف في وجوههم نضرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب بها المقربون. ഇനി നമുക്ക് ആ ആയത്തുകളുടെ വിശദീകരണം നോക്കാം. ആദ്യമായി 24ാമത്തെ വചനം, തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത്തൻ നഈം. ആയത്തിൻ്റെ അർത്ഥം, അവരുടെ മുഖങ്ങളിൽ സുഖാനുഭവത്തിൻ്റെ തിളക്കം നിനക്ക് കാണാം, അല്ലെങ്കിൽ നിനക്കറിയാം. വാക്കർത്ഥങ്ങൾ നോക്കാം. തഅരിഫു എന്ന് പറഞ്ഞാൽ നിനക്കറിയാം, അല്ലെങ്കിൽ താങ്കൾക്ക് മനസ്സിലാകും. ഫി വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ. അഥവാ കഴിഞ്ഞ വചനങ്ങളിൽ അബ്റാറുകളെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ആ അബ്റാറുകളുടെ, പുണ്യവാന്മാരുടെ മുഖങ്ങളിൽ നിനക്ക് കാണാം, അല്ലെങ്കിൽ നിനക്ക് മനസ്സിലാകും. എന്ത്? നദ്റത്ത്. നദ്റത്ത് എന്ന് പറഞ്ഞാൽ ശോഭ, അല്ലെങ്കിൽ പ്രകാശം, തിളക്കം കാണാം. എന്തിൻ്റെ തിളക്കം? അന്നഈം, സുഖാനുഗ്രഹത്തിൻ്റെ തിളക്കം, സുഖാനുഗ്രഹത്തിൻ്റെ പ്രസന്നത നിനക്ക് കാണുവാൻ സാധിക്കും എന്നാണ്. ഇനി നമുക്കതിൻ്റെ വിശദീകരണം നോക്കാം. ഇമാം തബരി റഹ്മഹുല്ല പറയുകയാണ്, വഖൗലുഹു തആല തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത്തൻ നഈം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് തഅരിഫു ഫീ അൽ അബ്റാർ അല്ലദീന വസഫല്ലാഹു സിഫതഹും. അഥവാ കഴിഞ്ഞ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ച ആ അബ്റാറുകൾ, അല്ലെങ്കിൽ പുണ്യവാന്മാർ, അവരെ താങ്കൾക്ക് കാണുവാൻ സാധിക്കും. നദ്റത്തൻ നഈം, അവരുടെ മുഖങ്ങൾ താങ്കൾക്ക് പ്രകാശമുള്ളതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. നദ്റത്തുൻ നഈം എന്ന് പറഞ്ഞാൽ ഹുസ്നുഹു വബരീഖുഹു വതലഉഹു, അഥവാ അതിൻ്റെ പ്രകാശവും അതിൻ്റെ സൗന്ദര്യവും താങ്കൾക്ക് അവരുടെ മുഖങ്ങളിൽ കാണുവാൻ സാധിക്കും, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ആ സുഖാനുഗ്രഹങ്ങളുടെ ആഴം അവരുടെ മുഖങ്ങളിൽ നിന്നും താങ്കൾക്ക് മനസ്സിലാക്കാം എന്നാണ്. ഫത്ഹുൽ ഖദീറിൽ ഇമാം ഷൗക്കാനി റഹ്മഹുല്ല പറയുന്നത് നോക്കാം. തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത്തൻ നഈം എന്ന് പറഞ്ഞാൽ ഐ ഇദാ റഅയ്തഹും, താങ്കൾ അവരെ കണ്ടു കഴിഞ്ഞാൽ, അറഫ്ത അന്നഹും മിൻ അഹ്ലിൻ നിഅമ, അഥവാ അവർ സുഖാനുഗ്രഹത്തിലാണ് ഉള്ളത് എന്ന് അവരുടെ മുഖത്ത് നിന്നും താങ്കൾക്ക് മനസ്സിലാക്കാം. അത് ലിമാ തറാഹു ഫീ വുജൂഹിഹിം മിനൻ നൂർ, അവരുടെ മുഖങ്ങളിൽ പ്രകാശവും അതേപോലെ തന്നെ വൽ ഹുസ്നി, സൗന്ദര്യവും, വൽ ബയാദ്, അവരുടെ മുഖങ്ങളുടെ വെളുപ്പും അല്ലെങ്കിൽ പ്രസന്നതയും, വൽ ബഹ്ജത്തി വറൗനക്ക്, അതിൻ്റെ തിളക്കവും പ്രകാശവുമെല്ലാം താങ്കൾ കാണുമ്പോൾ താങ്കൾക്ക് മനസ്സിലാക്കാം അവർ എത്ര കണ്ട് സുഖാനുഗ്രഹങ്ങളിലാണ് ഉള്ളത് എന്ന്. വൽ ഖിതാബു ലികുല്ലി റാഇൻ യസ്ലുഹു ലിദാലിക്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകരോടായിക്കൊണ്ട് അഭിസംബോധന നടത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ആ ഒരു ആശയം വെച്ച് നോക്കുകയാണെങ്കിൽ, പ്രവാചകർക്ക് മാത്രമല്ല, മറിച്ച് അവരുടെ മുഖങ്ങളിലേക്ക് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ മുഖങ്ങളിൽ നിന്നും അവർ അനുഭവിക്കുന്ന സുഖാനുഗ്രഹങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ്. ഇത് കേവലം കാഴ്ചയെ സംബന്ധിച്ചല്ല പറയുന്നത്, മറിച്ച് അവർ അനുഭവിക്കുന്ന സുഖങ്ങളെ സംബന്ധിച്ചും അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ വ്യക്തമാക്കുന്നത് എന്നാണ്. ഇനി ശേഷം നദ്റത്തുൻ നഈം എന്ന പ്രയോഗത്തിലെ നദ്റത്തി എന്ന ഒരു പദം എടുത്തു നോക്കുകയാണെങ്കിൽ, യുഖാലു അൻദറൻ നബാത്ത്, ആ ഒരു പദം നമ്മൾ സാധാരണ സംസാര ഭാഷയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അൻദറൻ നബാത്ത് എന്ന് പറയാറുണ്ട്. അഥവാ ചെടി അതിൻ്റെ ഫലം കായ്ച്ചു നിൽക്കുന്ന ആ ഒരു സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പദം ഉപയോഗിക്കാറുള്ളത് എന്നാണ്. ഇതാ അസ്ഹറ വനവ്വറ, അഥവാ അതിൻ്റെ പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രകാശപൂരിതമായി നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇമാം അതാ റഹിമഹുല്ല പറയുന്നതായി കൊണ്ട് കാണാം, ഈ ഒരു പദം അത് സ്വർഗ്ഗക്കാരിലേക്ക് ബന്ധിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുണ്യവാന്മാർ, അബ്റാറുകൾ, അവരിലേക്ക് ഇത് ബന്ധിപ്പിക്കുകയാണെങ്കിൽ, വദാലിക അന്നല്ലാഹ സാദ ഫീ ജമാലിഹിം വഫീ അൽവാനിഹിം മാ ലാ യസിഫുഹു വാസിഫുൻ,
ഒരു വിശേഷിപ്പിക്കുന്ന വ്യക്തികൾക്കും വിശേഷിപ്പിക്കാൻ സാധിക്കാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗക്കാർക്കായി നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖങ്ങളിൽ ഉണ്ടാകുന്ന തിളക്കം അത് അത്രയും ആഴമുള്ളതാണ്. അല്ലെങ്കിൽ അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സൗന്ദര്യം അത് അത്രയും ആഴമുള്ളതാണ്, അത്രയും ശക്തമായിട്ടുള്ളതാണ് എന്ന ഒരു ആശയമാണ് നദ്റത്തി എന്ന പദം ഈ ഒരു സന്ദർഭത്തിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശയമെന്നാണ്. നമുക്ക് 25-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം. ആയത്തിൻ്റെ അർത്ഥം മുദ്ര വെക്കപ്പെട്ട ശുദ്ധമായ മദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ പാനീയത്തിൽ നിന്ന് അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്നതാണ്. ആയത്തിൻ്റെ വാക്കർത്ഥം നോക്കാം. യുസ്ഖൗന എന്ന് പറഞ്ഞാൽ അവർ കുടിപ്പിക്കപ്പെടും അല്ലെങ്കിൽ കുടിക്കാൻ നൽകപ്പെടും. മിർ റഹീഖിൻ തനി ശുദ്ധമായ പാനീയത്തിൽ നിന്നും. റഹീഖ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ പാനീയം, സ്വച്ഛമായത് എന്നൊക്കെയാണ് അർത്ഥം. മഖ്തൂം എന്ന് പറഞ്ഞാൽ മുദ്ര വെക്കപ്പെട്ട അല്ലെങ്കിൽ അവസാനിപ്പിക്കപ്പെടുന്ന എന്നൊരർത്ഥമാണ്. ഇനി നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ആദ്യമായി ഇമാം തബരി റഹ്മഹുല്ല പറയുന്നു, യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം എന്ന് പറഞ്ഞാൽ യഖൂലു തആല, അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, യുസ്ഖാ ഹഉലാഇൽ അബ്റാർ, അഥവാ ഈ പുണ്യവാന്മാരായിട്ടുള്ള ആളുകൾ അവർ കുടിപ്പിക്കപ്പെടുമെന്നാണ്, അല്ലെങ്കിൽ അവർക്ക് പാനീയം നൽകപ്പെടുന്നതാണ്. മിൻ ഖംറിൻ സർഫിൻ ലാ ഗശ്ശ ഫീഹാ, അഥവാ ഒരു തരത്തിലുള്ള മ്ലേച്ഛതയും ഇല്ലാത്ത, ഒരു ന്യൂനതയും ഇല്ലാത്ത അത്രയും സ്വച്ഛമായുള്ള മദ്യത്തിൽ നിന്നും അവർക്ക് നൽകപ്പെടുന്നതാണ് എന്ന്. ബിനഹ്വിൽ ലദീ ഖുൽനാ ഫീ ദാലിക ഖാല അഹ്ലു തഅ്വീൽ. ഇപ്രകാരമാണ് പൂർവിക മുഫസ്സിരീങ്ങളും പണ്ഡിതന്മാരുമെല്ലാം വിശദീകരണം നൽകിയിട്ടുള്ളത് എന്ന് അദ്ദേഹം ചേർത്തി പറയുകയാണ്. ഇനി നമുക്ക് അത്തഹ്രീർ വ തൻവീർ എന്ന ഇബ്നു ആശൂർ റഹ്മഹുല്ലയുടെ വിശദീകരണത്തിൽ നിന്നും വായിക്കാം. വഅബ്ബറ ബിയുസ്ഖൗന ദൂന യശ്റബൂൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യുസ്ഖൗൻ എന്ന് പ്രയോഗിച്ചു, അവർ കുടിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. മറിച്ച് യശ്റബൂൻ എന്ന് പറഞ്ഞില്ല, അവർ കുടിക്കുന്നു എന്ന് പറഞ്ഞില്ല, അവർക്ക് പാനീയം നൽകപ്പെടും എന്നാണ് പറഞ്ഞത്. അത് ലിദ്ദലാലത്തി അലാ അന്നഹും മഖ്ദൂമൂൻ, അതൊരു കാര്യത്തെ അറിയിക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അവർ സേവനം നൽകപ്പെടുന്നവരാണ് എന്നൊരു ആശയത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അഥവാ അവർക്ക് സേവനം നൽകുവാൻ യഖ്ദിമുഹും മഖ്ലൂഖാത്ത്, അവർക്ക് ചില സൃഷ്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും അവർക്ക് സേവനം നൽകാൻ വേണ്ടി. ലിഅജ്ലി ദാലിക ഫിൽ ജന്ന, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്ന് ഇമാം ഇബ്നു ആശൂർ റഹ്മഹുല്ല പറയുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ അവർക്ക് സേവനം നൽകുവാൻ വേണ്ടി ചില സൃഷ്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വദാലിക മിൻ തമാമി തറഫുഹി വലദ്ദത്തിർ റാഹ, അത് പരിപൂർണമായ ആസ്വാദനത്തെ അവർക്ക് അത് വകവെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നതും അവർ ഇച്ഛിക്കുന്നതുമായ സകല കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ, സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ആയത്തിൽ പറഞ്ഞിട്ടുള്ള റഹീഖുൽ മഖ്തൂം എന്ന ഭാഗമാണ്. റഹീഖ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ലിൽ ഖംറി അസ്സാഫിയത്തി ത്വയ്യിബ, വിശിഷ്ടമായ അല്ലെങ്കിൽ സ്വച്ഛമായ പാനീയത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ചില പണ്ഡിതന്മാർ അതിനെ കള്ള് എന്നും അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പാനീയം എന്നും പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഇബ്നു ആശൂർ റഹ്മഹുല്ല അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കള്ള് അല്ലെങ്കിൽ മദ്യം എന്ന അർത്ഥത്തിലാണ്. അൽ മഖ്തൂം എന്ന് പറഞ്ഞാൽ അൽ മസ്ദൂദു ഇനാഉഹു ഐ ബാത്തിയതുഹു, അഥവാ അകംഭാഗം മൂടപ്പെട്ടത്, ഉൾഭാഗം അടക്കപ്പെട്ടത് എന്നൊരു അർത്ഥമാണ് മഖ്തൂം എന്നതിനുള്ളത്. മുദ്ര വെക്കപ്പെട്ടത് എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അതിന് മറ്റൊരു രീതിയിൽ അർത്ഥം വെക്കേണ്ടതില്ല, മറിച്ച് മൂടപ്പെട്ടത് അല്ലെങ്കിൽ അടക്കപ്പെട്ടത് എന്നൊരു ആശയമാണ് അവിടെ ലഭിക്കുക. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല നൽകിയ കാര്യങ്ങളിൽ നിന്നും നമുക്ക് വായിക്കാം. യുസ്ഖൗന മിർ റഹീഖിൻ എന്ന് പറഞ്ഞാൽ ഐ മിൻ ശറാബിൻ ഖാലിസിൻ ലാ ശൗബ ഫീഹി, ഒരു തരത്തിലുള്ള കലർപ്പുമില്ലാത്ത, ഒരു ന്യൂനതയും ഇല്ലാത്ത അത്രയും സ്വച്ഛമായ പാനീയം എന്നാണ് അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുള്ളത്. വലാ ദററ ഫീഹി അലൽ അഖൽ വലാ അലമ ഫീഹി ഫിർ റഅസ്, അത് കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിനോ ബുദ്ധിക്കോ യാതൊരു തരത്തിലുള്ള തകരാറും ഉണ്ടായിരിക്കുകയില്ല, ഒരു പ്രയാസവും അനുഭവിക്കേണ്ടിയും വരികയില്ല, അത് പാനം ചെയ്യുന്നത് മൂലം ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാവുകയില്ല എന്നാണ്. ഖിലാഫി ശറാബി ദുനിയ ഫഇന്നഹു യഗ്താലുൽ അഖൽ വയസ്ദഉർ റഅസ്, ഇഹലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ അത്തരത്തിലുള്ള പാനീയങ്ങൾ പാനം ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ
ശാരീരികമായ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ ഇതിൽ ചില തകരാറുകൾ സംഭവിക്കുവാനും കാരണമായേക്കാം. എന്നാൽ അമ്മാഹാദ ഫഇന്നഹു റഹീഖുൻ ഖാലിസുൻ ലൈസ ഫീഹി അയ്യു അദാ. എന്നാൽ ഇതാകട്ടെ ഇഹലോകത്തുള്ള പോലെയല്ല, മറിച്ച് പരലോകത്തെ റബ്ബ് സുബ്ഹാനഹു വതആല അത് നമുക്ക് നൽകുമ്പോൾ അതിന് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ശാരീരികമോ അല്ലെങ്കിൽ മാനസികമോ അല്ലെങ്കിൽ ബുദ്ധിയെ ബാധിക്കുന്ന ചില തകരാറുകളോ ഒന്നും തന്നെ അതിനുണ്ടായിരിക്കുകയില്ല എന്നാണ്. ഇനി ഇബ്നുൽ ജൗസി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ നൽകിയിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കാം. വഫിർ റഹീഖി സലാസത്തു അഖ്വാൽ. ഇവിടെ റഹീഖി എന്ന ആ ഒരു പദം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ മൊത്തത്തിൽ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. 3 അഭിപ്രായങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, റഹീഖി എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് അന്നഹു അൽ ഖംർ, അത് മദ്യം തന്നെയാണ് എന്നാണ്. ഖാലഹുൽ ജുംഹൂർ, അത് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായമായിക്കൊണ്ടാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. എന്നാൽ ആ ഒരു അഭിപ്രായം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ സുമ്മഖ്തലഫു അയ്യുൽ ഖംരി ഹിയ അല അർബഅത്തി അഖ്വാൽ, അത് ഏത് മദ്യമാണ്, ഏത് തരത്തിലുള്ളതാണ് എന്ന അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേത് അജ്വദുൽ ഖംർ, ഏറ്റവും മുന്തിയ ഇനം എന്നൊരു അർത്ഥം നൽകിയതായി കാണാം. രണ്ടാമത്തേത് അൽ ഖാലിസത്തു മിനൽ ഗിശ്, യാതൊരു തരത്തിലുള്ള മ്ലേച്ഛതയും അല്ലെങ്കിൽ ന്യൂനതയും ഇല്ലാത്ത അത്രയും സ്വച്ഛമായിട്ടുള്ളത് എന്നും കാണാം. മൂന്നാമത്തേത് അൽ ഖംറുൽ ബൈദാ, വെളുപ്പ് നിറമുള്ളത് എന്നും. വറാബിഅ, നാലാമത്തേത് അൽ ഖംറുൽ അതീഖ, നല്ല പഴക്കമുള്ളത് എന്നുള്ള തരത്തിലൊക്കെ ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇതെല്ലാം തന്നെ റഹീഖി എന്നതിന് ഖംറാണ് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്, മദ്യമാണ് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ്. ഇനി മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അന്നഹു ഐനുൻ ഫിൽ ജന്നത്തി മശൂബത്തുൻ ബിൽ മിസ്ക് ഖാലഹുൽ ഹസൻ. ഇമാം ഹസൻ റഹ്മഹുല്ല പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ അത് സ്വർഗത്തിലുള്ള ഒരു അരുവിയാണ്, അത് മശൂബത്തുൻ ബിൽ മിസ്ക് അഥവാ മിസ്ക് കൊണ്ട്, കസ്തൂരി കൊണ്ട് കലർത്തപ്പെട്ട ഒരു അരുവിയാണ് റഹീഖ് എന്ന് വിളിക്കുന്നത് എന്നും പറയുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. വസ്സാലിസു, മൂന്നാമത്തത് നോക്കുകയാണെങ്കിൽ അന്നഹു അശ്ശറാബ്, അതൊരു തരത്തിലുള്ള പാനീയമാണ്. ലാ ഗിശ്ശ ഫീഹി, അതിൽ യാതൊരു മ്ലേച്ഛതയുമില്ല അല്ലെങ്കിൽ ഒരു ന്യൂനതയും ഇല്ല, അത്തരത്തിലുള്ളൊരു പാനീയമാണ്. ഇബ്നു ഖുതൈബയും ഇമാം സുജാജും എല്ലാം എപ്രകാരം അഭിപ്രായപ്പെട്ടവരാണ്. നാം പറഞ്ഞു റഹീഖ് എന്ന് ഭാഷാപരമായി നോക്കുകയാണെങ്കിൽ അതിന് സ്വച്ഛമായത് അല്ലെങ്കിൽ തെളിമയുള്ളത് അല്ലെങ്കിൽ അമൃത് എന്നൊരു അർത്ഥമാണ് മലയാളത്തിൽ നൽകുവാൻ സാധിക്കുക. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്, എന്നാൽ അതുകൊണ്ട് ഈ വചനത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്നുള്ള വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുള്ളത് എന്ന് നാം പറയുകയുണ്ടായി. എന്നാൽ ഇവിടെ ഈ വചനത്തിൽ അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. ഇനി ശേഷം മഖ്തൂം എന്ന പ്രയോഗമാണ്. അതിലും ഇതേ രീതിയിൽ തന്നെ 3 അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മഖ്തൂം എന്ന് ഭാഷാപരമായുള്ള അർത്ഥം നോക്കുകയാണെങ്കിൽ മുദ്ര വെക്കപ്പെട്ടത് എന്ന അർത്ഥമാണ്. അതിന് ഈ വചനത്തിൽ ഇവിടെ അർത്ഥമാക്കപ്പെടുന്നത്, ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പണ്ഡിതന്മാരുടെ അഭിപ്രായം മംസൂജുൻ എന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആണ് ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞതായി കാണുവാൻ സാധിക്കുന്നത്. മംസൂജുൻ എന്ന് പറഞ്ഞാൽ കലർത്തപ്പെട്ടത് എന്നാണ്. എന്തോ കലർത്തപ്പെട്ട റഹീഖ് അല്ലെങ്കിൽ പാനീയം എന്നാണ് അവിടെ അർത്ഥമാക്കപ്പെടുന്നത് എന്നാണ്. രണ്ടാമത്തേത് മഖ്തൂമുൻ അലാ ഇനാഇഹി വ ഇലാ നഹ്വി ഹാദാ ദഹബ മുജാഹിദ്. ഇമാം മുജാഹിദ് റഹിമഹുള്ളയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മഖ്തൂമുൻ അലാ ഇനാഇഹി എന്നാണ്, അഥവാ പാത്രത്തിൽ അടച്ചു മൂടപ്പെട്ടത് എന്ന അർത്ഥമാണ്. മൂന്നാമത്തേത് ലഹു ഖിതാമുൻ, അഥവാ ഒരു അവസാനമുള്ളത് എന്നാണ്. എന്ത് അവസാനമാണുള്ളത്? ഐ ആഖിബത്തു റീഹിൻ, ഒരു ഭക്ഷണശേഷമുള്ള ആ ഒരു സുഗന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആ മൂന്നാമത്തെ അഭിപ്രായത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അതിനുശേഷമുള്ള വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിതാമുഹു മിസ്ക് എന്ന് പ്രതിപാദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. 26-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. ആയത്തിന്റെ അർത്ഥം, അതിന്റെ മുദ്ര അത് കസ്തൂരിയായിരിക്കും, മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിച്ചു കൊള്ളട്ടെ. വാക്കർത്ഥങ്ങൾ നോക്കാം. ഖിതാമുഹു, അതിന്റെ മുദ്രണം, മിസ്കുൻ, അത് കസ്തൂരിയായിരിക്കും, വഫീ ദാലിക, അതിൽ ഫല്യതനാഫസ്, കിടമത്സരം നടത്തിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മത്സരിച്ചു കൊള്ളട്ടെ,
അൽ മുതനാഫിസൂൻ കിടമത്സരം നടത്തുന്നവർ. അപ്പം മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിച്ചു കൊള്ളട്ടെ എന്നാണ്. കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞ മഖ്തൂം എന്ന ആ ഒരു പദം, മഖ്തൂം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മുദ്രണം ചെയ്യപ്പെട്ടത് എന്നർത്ഥമാണ്. രണ്ട് രീതിയിലും അർത്ഥം പറയാം. അതിൽ അവസാനിപ്പിക്കപ്പെടുന്നത് എന്ന് അർത്ഥം പറയുകയാണ് എങ്കിൽ നമ്മൾ നേരത്തെ വായിച്ച 3 അഭിപ്രായങ്ങൾ, മഖ്തൂം എന്നതിൻ്റെ 3 അഭിപ്രായങ്ങളിൽ 3ാമത്തെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനൊരു അവസാനം ഉണ്ടായിരിക്കും എന്നാണ്. അഥവാ ഒരു നല്ല സുഗന്ധത്തിന്റെ മണത്തോടു കൂടിയുള്ള അവസാനം ഉണ്ടായിരിക്കും എന്നാണ്. അപ്പോൾ അതിന് ആ 2 രീതിയിലും നമുക്ക് അർത്ഥം പറയാം. അഥവാ ഖിതാമുഹു മിസ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനം കസ്തൂരിയായിരിക്കും, രണ്ടാമത്തേത് അതിന്റെ മുദ്രണം കസ്തൂരിയായിരിക്കും എന്നിങ്ങനെ 2 രീതിയിലും അർത്ഥം പറയാം എന്നാണ്. ഇനി നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ പറയുന്നു, വലിൽ മുഫസ്സിരീന ഫീ ഖൗലിഹി തആല ഖിതാമുഹു മിസ്കുൻ അർബഅതു അഖ്വാൽ. അഥവാ ഇവിടെ ഖിതാമുഹു മിസ്കുൻ എന്നുള്ളതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള മൊത്തത്തിൽ അതിന്റെ അഭിപ്രായങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ 4 അഭിപ്രായങ്ങളുണ്ട് എന്നാണ്. ഒന്നാമത്തേത് അഹദുഹാ ഖൽതുഹു മിസ്കുൻ, അഥവാ അത് ഇടകലർന്നിട്ടുള്ളത് മിസ്കിനാലാണ് അല്ലെങ്കിൽ കസ്തൂരിയാലാണ് എന്നാണ്. ഇമാം ഇബ്നു മസ്ഊദും ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹിയുമാണ് ഇപ്രകാരത്തിൽ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത് അന്ന ഖത്മഹു അല്ലദീ യുഖ്തം ബിഹിൽ ഇനാ മിസ്കുൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായമാണ്. അഥവാ അത് മൂടി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അടക്കപ്പെട്ടിട്ടുള്ളത് മിസ്കിനാലുള്ള പാത്രത്തിലാണ് എന്നാണ്. വസ്സാലിസു, മൂന്നാമത്തേത് അന്ന തഅമഹു വരീഹഹു മിസ്കുൻ, അതിൻ്റെ രുചിയും അതിൻ്റെ മണവും എല്ലാം തന്നെ മിസ്കാണ് അല്ലെങ്കിൽ കസ്തൂരിയാണ് എന്നാണ്. ഇമാം അൽഖമ റഹ്മത്തുള്ളാഹിയാണ് അപ്രകാരം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. നാലാമത്തേത് അന്ന ആഖിറ തഅമിഹി മിസ്കുൻ, അതിൻ്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവസാനം വരുന്ന ആ ഒരു ചുവ ഉണ്ടല്ലോ, ആ ചുവ അത് മിസ്കിനാലാണ് ഉള്ളത് എന്നാണ്. അതായത് അതിൻ്റെ അവസാനത്തിൽ മിസ്കാണ് ഉള്ളത് എന്നാണ്. ഈ ഒരു അഭിപ്രായമാണ് നാം നേരത്തെ വചനത്തിന്റെ അവസാനത്തിൽ നാം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇപ്രകാരം ഇമാം സഈദ് ബിൻ ജുബൈറും ഇമാം ഫറാഉം അബു ഉബൈദ ഇബ്നു ഖുതൈബ വസ്സജാജ് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെല്ലാം തന്നെ ഈ ഒരു അഭിപ്രായമാണ് ആരാഞ്ഞിട്ടുള്ളത്. ഇനി ആശയം തന്നെയാണ് ഈ ഒരു വചനത്തിന്റെ ആശയമായിക്കൊണ്ട് അർത്ഥമായിക്കൊണ്ട് ഏറ്റവും അനുയോജ്യമായി നാം മനസ്സിലാക്കുന്നതും. അല്ലാഹു തആല അഅലം. ഇനി ഇമാം തബരി റഹ്മത്തുള്ളാഹിയുടെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. വഔലൽ അഖ്വാലി ഫീ ദാലിക ഇൻദനാ, അദ്ദേഹം ഇത്രയും അഭിപ്രായങ്ങളെല്ലാം തന്നെ പറഞ്ഞു വെച്ച ശേഷം അവസാനം പറയുകയാണ്, ഈ അഭിപ്രായങ്ങളിൽ ഏറ്റവും അനുയോജ്യമായി നമുക്ക് തോന്നുന്നത് അഥവാ അദ്ദേഹത്തിന് തോന്നുന്നത് ഖൗലു മൻ ഖാല മഅന ദാലിക ആഖിറുഹു ആഖിബതുഹു മിസ്കുൻ, അഥവാ ഇതിന്റെ പര്യവസാനം ഏറ്റവും അവസാനമായി കൊണ്ടുവരുന്നത് മിസ്കാണ് എന്നൊരർത്ഥം തന്നെയാണ്. നാം നേരത്തെ പറഞ്ഞു വെച്ച അതേ ആശയമാണ് അദ്ദേഹവും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഐ ഹിയ തുയ്ബത്തുർ റീഹ് ഇന്ന റീഹഹാ ഫി ആഖിരി ശുർബിഹിം യഖ്തിമു ലഹാ ബിരിഹൽ മിസ്ക്, അഥവാ പാനം ചെയ്ത ശേഷം അവസാനം വരുന്ന ആ ഒരു ചുവയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആ ഒരു ചുവ അത് മിസ്കിനാലുള്ളതായിരിക്കും എന്നാണ് ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. ഖിതാമുഹു മിസ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനത്തിൽ മിസ്ക് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിന്റെ അവസാനത്തിൽ കസ്തൂരിയുടെ മണമുണ്ടായിരിക്കും, ചുവയുണ്ടായിരിക്കും എന്നാണ്. ഇനി ആയത്തിന്റെ അടുത്ത ഭാഗം നോക്കുകയാണെങ്കിൽ വഖൗലുഹു വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, അതിനാൽ ഇതിനു വേണ്ടി മത്സരിക്കുന്നവർ മത്സരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ ഭാഗം. യഖൂലു തആല ദിക്റുഹു വഫീ ഹാദൻ നഈം അല്ലദീ വസഫ ജല്ല സനാഉഹു അന്നഹു അഅതാ ഹഉലാഇൽ അബ്റാർ ഫിൽ ഖിയാമ ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, അഥവാ ഈ ഒരു അനുഗ്രഹം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്റാറുകൾക്ക് മാത്രമായിരിക്കും നൽകുക എന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അബ്റാറുകളായിക്കൊണ്ട് അധ്വാനിക്കുവാൻ കഷ്ടപ്പെടുവാൻ വിശ്വാസികൾ മനുഷ്യർ തയ്യാറായിക്കൊള്ളട്ടെ എന്നാണ്, അതിനുവേണ്ടി മത്സരിച്ചു കൊള്ളട്ടെ എന്നാണ്. ഇവിടെ തനാഫുസ് എന്ന് പറഞ്ഞാൽ മത്സരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് അയ്യൻഫിസർ റജുലു അലർ റജുലി ബിശ്ശൈഇ യകൂനു ലഹു, അഥവാ ഒരു കാര്യം തൻ്റെതായി മാറുവാൻ വേണ്ടി ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്യുക, അതിനുവേണ്ടി മത്സരിക്കുക എന്നാണ്. വയതമന്ന അൻ യകൂന ലഹു ദൂനഹു, അത് മറ്റുള്ളവരെക്കാൾ അപ്പുറം എനിക്ക് കിട്ടണം എന്നൊരു ആശ വെച്ച് പുലർത്തുക എന്നാണ്. തഹ്രീസു അലൈഹി നുഫൂസുന്നാസ്, അതിനു വേണ്ടിയാണ് ജനങ്ങൾ കൊതിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത്. വതതലുബുഹു, അതാണ് തേടേണ്ടത്. വതസ്തഹീഹി, അതാണ് കൂടുതൽ കാംക്ഷിക്കേണ്ടത്. വകാന മഅനാഹു ഫീ ദാലിക്, ഈ ഒരു വചനത്തിൽ ഇത്തരത്തിലുള്ള ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. ഫല്യജിദ്ദന്നാസ്, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു കൊള്ളട്ടെ. വ ഇലൈഹി ഫല്യസ്തബിഖു ഫീ തലബിഹി, അത് തേടുവാനും അത് കണ്ടെത്തുവാനും അതിനുള്ള മാർഗങ്ങൾ മനസ്സിലാക്കുവാനും
ഓരോരുത്തരും തയ്യാറായിക്കൊള്ളട്ടെ. വൽതഹ്രിസ് അലൈഹി നുഫൂസുഹും, അവരുടെ ഹൃദയങ്ങൾ അതിനു വേണ്ടി ഒരുമ്പെട്ട് കൊള്ളട്ടെ എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാണ്. ഇമാം ഷൗക്കാനി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ഖദീറിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ ഫല്യർഗബിർ റാഗിബൂൻ, കൊതിക്കുന്നവർ അതിനു വേണ്ടി കൊതിച്ചു കൊള്ളട്ടെ എന്നാണ്. വൽ ഇശാറത്തു ബിഖൗലിഹി ദാലിക, ഇവിടെ ഈ വചനത്തിൽ ദാലിക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് അതിനു വേണ്ടി എന്ന് പറഞ്ഞല്ലോ. എന്തിനു വേണ്ടി? ഇല റഹീഖ്. ദാലിക എന്നുള്ളത് റഹീഖിനെയാണ് സൂചിപ്പിക്കുന്നത്. നാം നേരത്തെ റഹീഖിനെ കുറിച്ചാണ് ശേഷം അൽ മൗസൂഫി ബിതിൽ കസിഫ, ഈ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം പറഞ്ഞു വരുന്നത് ആ റഹീഖിനെ സംബന്ധിച്ചാണ്, അഥവാ ആ ഒരു പാനീയത്തെ സംബന്ധിച്ചാണ് ഈ വിശേഷണങ്ങളെല്ലാം പറഞ്ഞു വരുന്നത്. ഈ ആയത്തിൽ വഫീ ദാലിക എന്നുണ്ടല്ലോ, അതിലെ ഫീ എന്നതിന് ഇല എന്നാണ് അർത്ഥം നൽകേണ്ടത്. ഐ വ ഇലാ ദാലിക ഫല്യതബാദരിൽ മുതബാദിറൂന ഫിൽ അമൽ, പ്രവർത്തനങ്ങളാൽ അതിലേക്ക് അധ്വാനിക്കുന്നവർ അധ്വാനിച്ചു കൊള്ളട്ടെ എന്നാണ്, അല്ലെങ്കിൽ മുന്നിടുന്നവർ മുന്നിട്ട് കൊള്ളട്ടെ. അതിലേക്ക് എന്നൊരു ഇലയുടെ അർത്ഥമാണ് ആ ഫീ എന്നുള്ളതിന് വരിക എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കമാ ഫി ഖൗലിഹി തആല, വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്തിലെ 61-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ, പണിയെടുക്കുന്നവർ അതിനു വേണ്ടി പണിയെടുത്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞ ആ ഒരു ആശയം തന്നെയാണ് ഈ വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ്. വഅസ്ലു തനാഫുസ്, ഇനി ആ വചനത്തിൽ പറഞ്ഞ തനാഫുസ് എന്ന ആ ഒരു പദത്തെ സംബന്ധിച്ച് പറയുകയാണ്. തനാഫുസ് എന്ന് പറഞ്ഞാൽ അത്തശാജുർ, അതേപോലെ തന്നെ വത്തനാസു, ഒരു കാര്യത്തിന് വേണ്ടി തർക്കിക്കുക, മത്സരിക്കുക, അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുക എന്നൊരർത്ഥമാണ് അതിന് വരിക. ബി അൻ യുഹിബ്ബ കുല്ലു വാഹിദിൻ അൻ യതഫറദ ബിഹി ദൂന സാഹിബിഹി, മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനേക്കാൾ അപ്പുറം അത് തനിക്ക് കിട്ടണം എന്നൊരാഗ്രഹം അവിടെ ഉണ്ടായിരിക്കണമെന്നാണ്. അത് സ്വർഗത്തിന്റെ വിഷയത്തിൽ മാത്രമാണ്, ഭൗതികപരമായുള്ള കാര്യങ്ങളുടെ വിഷയത്തിൽ ഇതേ രീതിയല്ല സ്വീകരിക്കേണ്ടത്. ഇത്തരത്തിലുള്ള വചനങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുവാൻ സാധ്യതകൾ കൂടുതലാണ്. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഖിതാമുഹു മിസ്ക്, അഥവാ അതിന്റെ അവസാനം മിസ്കാണ് എന്ന് പറഞ്ഞല്ലോ. ഐ ബഖിയതുഹു വ ആഖിറുഹു മിസ്കുൻ, അതിന്റെ അവശേഷിക്കുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പാനീയം കുടിച്ചു കഴിഞ്ഞാലും ശേഷമുണ്ടാകുന്ന ഒരു ചുവ, അത് മിസ്കായിരിക്കും, അല്ലെങ്കിൽ കസ്തൂരിയാൽ അവസാനിക്കുന്നതായിരിക്കും എന്നൊരാശയം തന്നെയാണ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. വിശിഷ്ടമായ ഒരു വാതകം, അതുമല്ലെങ്കിൽ ഒരു ഏമ്പക്കം എന്നൊരർത്ഥം. ബിഖിലാഫി ഖംറി ദുനിയ ഫഇന്നഹു ഖബീസുർ റായിഹ, ഭൗതിക ലോകത്തുള്ള മദ്യത്തിന് മ്ലേച്ഛവും വൃത്തികെട്ടതുമായ മണവും രുചിയുമാണ് ഉണ്ടായിരിക്കുക എന്നതിനാൽ തന്നെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നേരെ വിപരീതമായിരിക്കും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കുക. അത് വിശ്വാസികൾക്ക് അല്ലാഹു നൽകുകയും ചെയ്യുമെന്നാണ്. അതിനാൽ തന്നെ ഫഹഉലാഇൽ ഖൗം അൽ അബ്റാർ, അഥവാ അബ്റാറുകൾ, പുണ്യവാന്മാർ എന്ന് വിശേഷിപ്പിച്ച ഈ വിഭാഗം ആളുകൾ ലമ്മ ഹബിസു അൻഫുസഹും അൻ മലാദ് അല്ലതി ഹറമഹ അല്ലാഹു തആല അലൈഹിം ഫിദ്ദുനിയ ഉഅ്തൂഹാ യൗമൽ ഖിയാമ, ഇഹലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ മദ്യത്തെയും അത്തരത്തിലുള്ള കാര്യങ്ങളെയുമെല്ലാം അതിലേക്ക് സമീപിക്കാതെ, അതിനോട് യോജിക്കാതെ, തീർത്തും അത് തനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആ സത്യവിശ്വാസികൾ, അല്ലെങ്കിൽ അബ്റാറുകളായുള്ള ആളുകൾക്ക് അല്ലാഹു അത് അതിനേക്കാൾ എത്രയോ മാധുര്യമുള്ളതും രുചികരമായതും നല്ല മണമുള്ളതുമായിട്ടുള്ള പാനീയം അത് അവർക്ക് അല്ലാഹു പരലോകത്ത് സമ്മാനിക്കുമെന്നാണ്. തൊട്ട് ശേഷം വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ എന്നല്ലാഹു പ്രതിതും ഐ വഫീ ഹാദ സവാബി വൽ ജസാ, ആ ഒരു പ്രതിഫലത്തിനും ആ ഒരു കാര്യത്തിനും വേണ്ടി ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിച്ചു കൊള്ളട്ടെ എന്നാണ്. ഈ ഒരു പ്രയോഗം യഥാർത്ഥത്തിൽ വഹുവ കിനായത്തുൻ അനി സുർഅത്തി ഫിൽ മുസാബഖ, മുന്നിടുവാൻ ധൃതി കാണിക്കണം എന്നൊരു കാര്യം നമ്മെ ഉണർത്തുന്നുണ്ട്. അഥവാ നാളേക്ക് മാറ്റിവെക്കാതെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്മയിൽ മുന്നേറുവാൻ ഉള്ളൊരു പ്രചോദനം ഈ വചനം നമ്മെ ഉണർത്തുന്നുണ്ട് എന്നാണ്. വൽ മുനാഫസത്തു ഫിൽ ഖൈരി ഹിയൽ മുസാബഖത്തു ഇലാ തഅത്തില്ലാ, മുനാഫസത്ത് അല്ല, അഥവാ മത്സരിക്കുന്നവർ മത്സരിച്ചു കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ എന്തിനേക്കാണ് ഈ മത്സരിക്കേണ്ടത്? അൽ മുസാബഖത്തു ഇലാ തഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് അവർ മുന്നിട്ട് മത്സരിച്ചിറങ്ങിക്കൊള്ളട്ടെ എന്നാണ്. അതേപോലെ തന്നെ വഇലാ മാ യുർദില്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ മത്സരിച്ച് മുന്നിട്ട് കൊള്ളട്ടെ എന്നാണ്. വൽ ബുഅദു അമ്മാ യുസ്ഖിതുല്ലാഹ്, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും അവർ മത്സരിച്ചു കൊള്ളട്ടെ എന്ന ആശയമാണ് ആ വചനത്തിനുള്ളത്. ഇനി അവസാനമായി 27, 28 വചനങ്ങൾ നമുക്ക് നോക്കാം.
മിൻ തസ്നീം. ആയത്തിന്റെ അർത്ഥം അതിലെ ചേരുവ തസ്നീം ആയിരിക്കുമെന്നാണ്. വമിസാജുഹു തങ്ങൾ നോക്കാം. വമിസാജുഹു എന്ന് പറഞ്ഞാൽ അതിന്റെ കലർപ്പ് അല്ലെങ്കിൽ അതിന്റെ ചേരുവ മിൻ തസ്നീം, തസ്നീം കൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഐനയ്യശ്രാമത്തെ വചനം ഐനയ്യശ്റബു ബിഹൽ മുഖറബൂൻ, അതായത് സാമീപ്യം സിദ്ധിച്ചവർ കുടിക്കുന്ന ഒരു ഉറവു ജലം. വാക്കർത്ഥം നൻ എന്ന് പറഞ്ഞാൽ ഉറവു ജലം അല്ലെങ്കിൽ ഒരു നദി. യശ്റബു ബിഹ, അതിൽ നിന്ന് കുടിക്കും. അൽ മുഖറബൂൻ, സാമീപ്യം സിദ്ധിച്ചവർ അല്ലെങ്കിൽ അടുപ്പമുള്ളവർ. ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നു വമിസാജുഹു മിൻ തസ്നീം എന്ന് പറഞ്ഞാൽ വമിസാജു ഹാദർ റഹീഖ് അൽ മൗസൂഫ് മിൻ തസ്നീം, അഥവാ നേരത്തെ വിശേഷിപ്പിച്ച ആ റഹീഖി എന്ന് പറയുന്ന പാനീയം അതിന്റെ ചേരുവ മിൻ തസ്നീം, തസ്നീമിൽ നിന്നായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ്. മിൻ ശറാബിൻ യുഖാൽ ലഹു അത്തസ്നീം. തസ്നീം എന്ന് പറഞ്ഞാൽ ഒരു നദിയാണ് അല്ലെങ്കിൽ ഒരു പാനീയമാണ്. അത് വിളിക്കപ്പെടുന്ന പേരാണ് തസ്നീം എന്നുള്ളത്. വഹുവ അഷ്റഫു ശറാബി അഹ്ലിൽ ജന്നതി വഅലാഹു, സ്വർഗത്തിലെ ഏറ്റവും ഉയർന്നമായ ഏറ്റവും പവിത്രമാക്കപ്പെട്ട പാനീയമാണ് തസ്നീം എന്നുള്ളത്. വലിഹാദ ഖാല ഐന യശ്റബു ബിഹൽ മുഖറബൂൻ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് ശേഷം പറഞ്ഞത് അത് യശ്റബു ബിഹൽ മുഖറബൂൻ, മുഖറബീങ്ങളായുള്ള സാമീപ്യം സിദ്ധിച്ചവരായ ആളുകൾ പാനം ചെയ്യുന്ന പാനീയമാണ് അല്ലെങ്കിൽ നദിയാണ് എന്നവിടെ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ളത്. യശ്റബുഹൽ മുഖറബൂന സിർഫ വതുമസ്സജു ലിഅസ്ഹാബിൽ യമീൻ മസ്ജ, അഥവാ ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ്, മസ്റൂഖ്, അതേപോലെ തന്നെ ഇമാം ഖതാദ തുടങ്ങിയുള്ള പണ്ഡിതന്മാരെല്ലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തസ്നീം എന്നുള്ളത് മുഖറബീങ്ങളായുള്ള അല്ലെങ്കിൽ സാമീപ്യം സിദ്ധിച്ചവരായ ആളുകൾ പാനം ചെയ്യുന്നതാണ്, തുടർച്ചയായി പാനം ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ അസ്ഹാബുൽ യമീൻ, സ്വർഗക്കാരായുള്ള വലതുപക്ഷത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചേരുവയായി നൽകപ്പെടുകയും ചെയ്യുന്ന പാനീയമാണ് എന്നാണ്. ഇനി അവസാനമായി ഇബ്നുൽ ജൗസി റഹ്മഹുല്ല പറഞ്ഞു വെച്ച കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വമിസാജുഹു മിൻ തസ്നീം എന്ന ആ ഒരു പ്രയോഗത്തിൽ ഫീഹി ഖൗലാൻ, രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തേത് അന്നഹു ഇസ്മു ഐനിൻ, അഥവാ തസ്നീം എന്നുള്ളത് ഒരു നദിയുടെ പേരാണ്. ഫിൽ ജന്നത്തി, സ്വർഗത്തിലുള്ള. യശ്റബുഹൽ മുഖറബൂന സിർഫൻ വതുംസജു ലിഅസ്ഹാബിൽ യമീൻ, നേരത്തെ പറഞ്ഞതുപോലെ സാമീപ്യം സിദ്ധിച്ചവരായ ആളുകൾ പാനം ചെയ്യുന്നതും അതേപോലെ തന്നെ സ്വർഗത്തിലുള്ള ആളുകൾ ചേരുവയായി അവർക്ക് നൽകപ്പെടുകയും ചെയ്യുന്ന പാനീയമാണ് എന്നാണ്. രണ്ടാമത്തെ അഭിപ്രായം അന്ന തസ്നീം അൽ മാ, ഒരു തസ്നീം എന്ന് പറഞ്ഞാൽ അതൊരു വെള്ളമാണ്, നദിയുടെ പേരല്ല, വെള്ളത്തിന്റെ പേരാണ് എന്നാണ്. രണ്ടാണെങ്കിലും ഒരേ ആശയം തന്നെയാണ് അതിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. ഇമാം മുഖാത്തിർ റഹ്മഹുല്ലാ പറയുന്നു ഇന്നമാ സുമ്മിയ തസ്നീമൻ ലിഅന്നഹു യതസന്നമു അലൈഹി മിൻ ജന്നത്തി അദൻ, അഥവാ തസ്നീം എന്നതിന് പേര് നൽകപ്പെടുവാനുള്ള കാരണം അത് അദൻ എന്ന തോട്ടത്തിലുള്ള ഒരു ജലാശയമാണ് അല്ലെങ്കിൽ ഒരു നദിയാണ്. ഫയുൻസബ്ബു അലൈഹി മിൻ സിബാബൻ, അതിൽ നിന്നും അത് സ്വർഗക്കാർക്ക് ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്. ഫയശ്റബൂന അൽ ഖംർ മിൻ ദാലിക്കൽ മാ, ആ വെള്ളം ചേരുവയാക്കിക്കൊണ്ടായിരിക്കും സ്വർഗക്കാർ റഹീഖ് എന്ന പാനീയം പാനം ചെയ്യുന്നത് എന്നാണ്. ഇനി ഇതിലെ ഏറ്റവും അർഫഉൽ മാ ആയ അല്ലെങ്കിൽ അർഫഉ ഷറാബായ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പാനീയമായ ആ ഒരു പാനീയം കുടിക്കുവാനും അതേപോലെ തന്നെ സ്വർഗത്തിലുള്ള റഹീഖ് പാനം ചെയ്യുവാനുമെല്ലാം നമ്മൾ മാനസികമായി തയ്യാറാകേണ്ടതുണ്ട്, അതിനുവേണ്ടി കൊതിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഭൗതിക ജീവിതം നമ്മൾ ചിലവഴിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നാം ഇബാദത്തുകളിൽ മുന്നേറുന്നത്. തീർത്തും സൗഖ്യം നിറക്കപ്പെട്ട, അനുഗ്രഹങ്ങൾ നിറക്കപ്പെട്ട ജീവിതം പരലോകത്ത് ലഭിക്കുവാൻ വേണ്ടിയാണ് ഇഹലോകത്തുള്ള പ്രയാസങ്ങളെ മുഖവിലക്കെടുക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിരോധനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നാം ജീവിതം നയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അപ്രകാരം തന്നെ ജീവിതം നയിക്കുവാനും പരലോകത്ത് ഇപ്പറഞ്ഞ എല്ലാ സൗഖ്യങ്ങളും കരസ്ഥമാക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.